കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദുബായിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വണ്ടിയുടെ കൂടെയാണ് ഇന്ന് ഞാനുള്ളത്. വണ്ടി കാണുന്ന സമയത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതാണ് വണ്ടി എന്നുള്ളത്. യെസ് ഗൈസ്, ദിസ് വൺ ടെസ്ല സൈബർ ട്രക്ക്. ഞാൻ കുറച്ച് ദിവസങ്ങളായി ശരിക്കും ഈ വണ്ടി ഇപ്പോൾ ഞാനുള്ളത് ടെസ്ലയുടെ ഷോറൂമിലാണ്. കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് ശരിക്കും ഈ വണ്ടി പല സ്ഥലങ്ങളിലും ഷോക്കേസ് ചെയ്തിരുന്നു. ദുബായ് പോലീസിൻ്റെ കയ്യിൽ ഈ വണ്ടി ഉണ്ടായിട്ട് ആ വണ്ടി പല സ്ഥലങ്ങളിലും ഷോക്കേസ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ പല സ്ഥലത്തും ഞാൻ ഇത് കാണാനുള്ള ടെൻഡൻസി കൊണ്ട് ഞാൻ പല സ്ഥലത്തും എത്തിപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കാണാനുള്ള അവസരം ശരിക്കും കിട്ടിയില്ല എന്നുള്ളതാണ് നിർഭാഗ്യമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഫൈനലി താങ്ക് ഗോഡ് എനിക്ക് ടെസ്ലയുടെ ഷോറൂമിൽ തന്നെ വന്ന് ഈ ഒരു വണ്ടി വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ എക്സൈറ്റഡ് ആണ്. കാരണം എന്താ പറയുക, ടെസ്ലയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ലോകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ മോഡൽസ് എല്ലാ വണ്ടികളും നമുക്കറിയാം, 3 ആണെങ്കിലും Y ആണെങ്കിലും S ആണെങ്കിലും X ആണെങ്കിലും എല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി 2019 ശരിക്കും അനൗൺസ് ചെയ്തത്. 2023 അവസാനത്തിലാണ് ശരിക്കും വിപണിയിലേക്ക് ഈ വണ്ടി എത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയമായി ശരിക്കും നമുക്ക് ഇങ്ങോട്ട് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ എത്തിപ്പെടാൻ, പ്രത്യേകിച്ച് UAE എത്തിപ്പെടാൻ എന്നുള്ളത് ഒരു മെയിനായിട്ടുള്ള കാര്യമാണ്. ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണുന്ന സമയത്തിന് രാജാന ബഹു, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ഡിസൈൻ പാറ്റേണിലുള്ള ഒരു വണ്ടിയാണ് ശരിക്കും ഒരു ടെസ്ല സൈബർ ട്രക്ക് എന്ന് പറയുന്നത്. ശരിക്കും കണ്ടോ, ഫുള്ളി എന്താ പറയുക, ഒരു ഇരുമ്പ് കൊണ്ടുള്ള എന്താ പറയുക ഒരു കൂടാരം അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലാണ് ഇതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. പല പ്രത്യേകതകളുണ്ട് ശരിക്കും ഈ വണ്ടിക്ക്. ഇതിൽ ശരിക്കും 3 വേരിയൻസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. ഒന്ന് ടോപ്പ് സൈബർ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. പിന്നെ ഒരു ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി ഉള്ള ഒരു വണ്ടിയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ റിയർ വീൽ ടെക്നോളജി ഉള്ള ഒരു വണ്ടിയുണ്ട്. അതായത് ആ ഒരു സൈബർ ബീസ്റ്റാണ് ശരിക്കും ഇതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള വേരിയൻറ്റ്. 515 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. പിന്നെ രണ്ടാമത്തേതുള്ള ഒരു ഡുവൽ മോട്ടർ ആയിട്ടുള്ള ഒരു ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി ഉള്ള വണ്ടിയാണ്. അതിന് 547 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. ലാസ്റ്റ് വൺ റിയർ വീൽ ഡ്രൈവ് ഉള്ളതിന് 402 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, കാര്യങ്ങളിലേക്ക് കിടക്കാമല്ലേ. ഇത് ശരിക്കും എന്താ പറയുക, ഫുള്ളി ഒരു മെറ്റൽ അല്ലെങ്കിൽ എന്താ ഹാർഡായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ബോഡി വന്നിട്ടുള്ളത്. പല സ്ഥലത്തും നമ്മൾ പറഞ്ഞു കേട്ട് എന്താ പറയുക, ബുള്ളറ്റ് പ്രൂഫൊക്കെയാണ് അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഹെഡ് ലാമ്പ് ശരിക്കും വളരെ എന്താ പറയുക, അത്രത്തോളം എഫക്റ്റീവായിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ് ശരിക്കും. ഇതാണോ, മൊത്തമായിട്ട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഹെഡ് ലാമ്പാണ്. 440 മീറ്ററോളം ദൂരത്തിൽ ഈ ഹെഡ് ലാമ്പിൻ്റെ പ്രകാശം എത്തും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കേട്ടോ. പിന്നെ താഴ്വശത്ത് ഇൻഡിക്കേറ്റർ, ആ ഒരു ഫോഗ് ലാമ്പ്, ആ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പോർഷൻ കാണാം, ക്യാമറ യൂണിറ്റ് കാര്യങ്ങൾ കാണാം. ക്യാമറ അവിടെയൊക്കെ ഇഷ്ടംപോലെ റഡാറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ വൈപ്പറുള്ളൊരു വണ്ടി ശരിക്കും ഈ വണ്ടിയാണ്. അതിൻ്റെ വൈപ്പർ കണ്ടോ എത്ര വലുപ്പമാണ്, ഇവിടെ നിന്ന് തുടങ്ങി കണ്ടോ അത്രത്തോളം വലുപ്പമുള്ള ഒരു വലിയ വൈപ്പർ യൂണിറ്റാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ശരിക്കും ഭയങ്കര സ്ട്രോങ് ആട്ടോ, പറയുന്ന പോലെയല്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ എഡ്ജൊക്കെ കണ്ടോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള എഡ്ജുകളാണ് മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. ശരിക്കും എന്താ പറയുക, നമുക്ക് സ്ക്രാച്ച് ആവില്ല എന്ന് പറഞ്ഞാലും നമ്മൾ കുത്തി വരച്ചാലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക കീ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റൽ പാർട്സ് കൊണ്ടൊക്കെ വരച്ച് കഴിഞ്ഞാലാവും. ചെറിയ സ്ക്രാച്ചുകളൊന്നും അത്രത്തോളം ആവില്ല. പിന്നെ അതുപോലെ തന്നെ ഡെൻറ്റ് പെട്ടെന്നാവില്ല. അങ്ങനെയുള്ള പല ബെനിഫിറ്റുകളും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളർ ശരിക്കും ഒരു ഗോൾഡ് പോലത്തെ ഒരു രൂപത്തിലുള്ളൊരു കളറാണ് ശരിക്കും വന്നിട്ടുള്ളത്. പിന്നെ ബമ്പർ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ബമ്പർ വന്നിട്ടുള്ളത്. ഇവിടെ ആ ഒരു ടോഹിൻ്റെ ഹുക്ക് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഓർഫൻഡേഴ്സ് കാണാം. ഇതിലൊക്കെ ക്യാമറ ഉണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആ ഒരു സീരീസാണ്, അതിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. ഈ ഒരു സൈഡ് വ്യൂ മിററും എന്താ പറയുക ഭയങ്കര രസമായിട്ടുള്ള ഒരു കോൺ രൂപത്തിലാണ് ഈ ഒരു സൈഡ് വ്യൂ മിറർ വന്നിട്ടുള്ളത്. പിന്നെ ടയർ സൈസ് നമുക്കിതിൽ വന്നിട്ടുള്ളത് ഗുഡിയറിൻ്റെ ടയറാണ് വന്നിട്ടുള്ളത്. 20 ഇഞ്ചാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം നമുക്ക്, ഞാൻ കണ്ടത് അങ്ങനെയാണ്. യെസ് 20 ഇഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. പ്രൊഫൈൽ വരുന്നത് 285/65 R20 ടയർ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 5682 mm ആണ് ഓവറോൾ ലെങ്ത്ത് വരുന്നത്. 2413 mm ഓവറോൾ വിഡ്ത്തും 1790 mm ആണ് ഓവറോൾ ഹൈറ്റ് വരുന്നത് കേട്ടോ. സൈഡ് വ്യൂ മിറർ ശരിക്കും ഭയങ്കര ഒരു രസമായില്ലേ, കോൺ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ 2 ഡോർസ് വന്നിട്ടുണ്ട്. വണ്ടി ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ലോക്ക് തുറക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. 2 ഇൻഫോടൈം സിസ്റ്റം വന്നിട്ടുണ്ട്. ഒന്ന് 19.5 ഒരു ഇൻഫോടൈം സിസ്റ്റം ഫ്രണ്ടിൽ വന്നിട്ട് കാണുന്നില്ല. പിന്നെ സ്റ്റിയറിങ് കാണാം.
പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇൻഫോർട്ടൈം സിസ്റ്റം വന്നിട്ടുണ്ട്. ആ ഒരു ഇൻഫോർട്ടൈം സിസ്റ്റം 8.4 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർട്ടൈം സിസ്റ്റം. പിന്നെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ട എത്രങ്ങാനും ഫ്രണ്ടിലേക്ക് എനിക്ക് തോന്നുന്നു കണ്ട ഡാഷ്ബോർഡിൻ്റെ വലിപ്പം ഫ്രണ്ടിലേക്ക് എത്താൻ ശരിക്കും കൈ ശരിക്കും നല്ല രീതിക്ക് നീട്ടേണ്ടി വരും കേട്ടോ. യായിരുന്നോ ഇത് ഓപ്പൺ ആവുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെയാണ് ശരിക്കും ആ ഡോറ് തുറക്കാനുള്ള ആ ഒരു ബട്ടൺ വരുന്നത്, പക്ഷേ ഓപ്പൺ ആവുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെയും ക്യാമറ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ശരിക്കും നമ്മൾ ടെസ്റ്റിൽ ഒട്ടുമിക്ക വണ്ടികളിലും ഒരു ഏരിയയിൽ ശരിക്കും ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ 15 സ്പീക്കേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമുക്കിതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. 15 സ്പീക്കേഴ്സ്, അതിൽ 2 സബ് വൂഫേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസിൻ്റെ സൺറൂഫിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ ഒരു IRVM ശരിക്കും ചെറിയൊരു കുഞ്ഞൊരു IRVM ആയി അല്ലേ, ചെറുതാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യാ നൈസ്. പിന്നെ റിയറിൽ കണ്ട ടയർ ആ സെയിം ആയിട്ടുള്ള ഈ ഒരു ഓഫൻഡേഴ്സ് കാര്യങ്ങൾ, ഈ ഒരു ബ്ലാക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. ഇവിടെ ആ ഒരു റിഫ്ലക്ടർ ലാമ്പ് റിയറിൽ വന്നിട്ടുണ്ട്. റിയറും ക്യൂട്ടാണ്. ആ ഒരു പിക്കപ്പിൻ്റെ രൂപം ശരിക്കും ഈ റിയറിലേക്ക് വരുന്ന പിക്കപ്പ് എന്ന് ശരിക്കും ഇത് ഒരു ഫുൾ സൈസ് പിക്കപ്പ് എന്നാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിലും നമുക്കതൊക്കെ അടച്ചു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ തോന്നില്ല. എന്തോ ഒരു മാഫിയ വണ്ടി ലുക്കിലാണ് ശരിക്കും നമുക്ക് തോന്നുക. ആ ഒരു ടൈലാമ്പിൻ്റെ ഏരിയ കണ്ട നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ക്യാമറാസ് ഉണ്ട് കേട്ടോ. ഇവിടെ റിഫ്ലക്ടർ ലാമ്പ് വന്ന്, അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പ് ഉണ്ട്. അങ്ങനെ ചവിട്ടി കയറിയിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കണ്ട കുഞ്ഞു വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 1134 കിലോ വരെയുള്ള സാധനങ്ങൾ ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ്, അതായത് പുറത്തേക്ക് എടുക്കാനുള്ള ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്കുള്ള കറണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടൂൾസ് ഉപയോഗിക്കാനുള്ള കറണ്ടൊക്കെ ശരിക്കും ഇതിന്ന് ഇവിടുന്ന് വേറെ വണ്ടി ചാർജ് ചെയ്യാൻ നമുക്ക് ഒരു ഏരിയയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോവിങ് കപ്പാസിറ്റി ശരിക്കും വളരെ ഹെവി ആയിട്ടുള്ളൊരു കപ്പാസിറ്റിയാണ്. ഏകദേശം 5 ടണ്ണോളം 4990 കിലോ വരെ ഭാരം ഈ വണ്ടി വലിച്ചു കൊണ്ടുപോകും എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ആഫ്രിക്കൻ ആനയുടെ വരെ വലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിസ് വൺ വെരി ഫ്യൂച്ചറിസ്റ്റിക്. കാരണം ഇത് കാണുന്ന സമയത്ത് നമുക്ക് ശരിക്കും തോന്നുന്നുണ്ട്. കാരണം ടെസ്ലയുടെ ഒട്ടുമിക്ക വണ്ടികളും നമുക്ക് ആ ഒരു ഫീലിലാണ് തോന്നുമെങ്കിലും ഈ വണ്ടി ശരിക്കും കാണുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു വലിയ വ്യത്യാസം അല്ലെങ്കിൽ വലിയ മാറ്റം ശരിക്കും നമുക്ക് തോന്നും. പിന്നെ എടുത്തു പറയേണ്ടതിൻ്റെ ഒരു കാര്യം, ഇതിൻ്റെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവില്ല അത്ര സ്പീഡ് കാര്യങ്ങളൊക്കെ ഉള്ള. ശരിക്കും ഇതിൻ്റെ സ്പീഡ് വളരെ എന്താ പറയുക ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. അത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ള കാര്യമാണ്. 2.7 സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ ഈ ഒരു സൈബർ ബീസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ ശരിക്കും നമുക്ക് 100 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. ഈ വണ്ടികളൊക്കെ പിന്നെ നമ്മൾ ആ പറയുന്ന സ്പീഡിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം അത്രത്തോളം കഴിയും. പിന്നെ അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്, ഈ ഒരു ഗ്ലാസ് ശരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. അർമോർ എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ്സാണ് ശരിക്കും. ഇത് നമ്മൾ സ്പീഡിൽ എന്തെങ്കിലും ഒരു ഇത് പതിച്ചു കഴിഞ്ഞാലും ഇത് പൊട്ടില്ല എന്നൊക്കെയാണ് ശരിക്കും ഇവർ പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഗ്ലാസ്സാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അല്ലേ, 406 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഏത് കാട്ടിലും കുന്നിലും മലയിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിയുള്ളത്. ഈ ഹെഡ് ലാമ്പ് ശരിക്കും ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം എന്താ പറയുക ഒരു വലിയ എന്താ പറയുക ഒരു അത്ര ലേറ്റ് ഉണ്ടോ എന്ന് തോന്നും അല്ലേ, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. 480 മീറ്ററോളം ദൂരത്തിൽ ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ പ്രകാശം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ടെസ്ല പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ചും അവരുടെ ബ്രോഷറിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബേസിക്കായിട്ടുള്ള വാറണ്ടി ശരിക്കും വരുന്നത് 4 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്ററാണ്. പക്ഷേ അതുപോലെ തന്നെ ബാറ്ററിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവ് യൂണിറ്റിന് അവർ കൊടുക്കുന്ന വാറണ്ടി 8 വർഷം ഇല്ലെങ്കിൽ 2,40,000 കിലോമീറ്ററാണ് അവർ ഇതിൻ്റെ വാറണ്ടി കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വാറണ്ടി പീരീഡാണത്. പിന്നെ എന്താ ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്തു അല്ലെങ്കിൽ കവറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അടിപൊളിയായില്ലേ സംഭവം, അടിപൊളി നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ ഭയങ്കര ഷാർപ്പാണ്, ശരിക്കും ഭയങ്കര ഷാർപ്പാണ്, ഷാർപ്പ് ഫീലാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളും ആ ഒരു രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് വണ്ടി ഇപ്പോൾ തുറക്കാൻ പറ്റില്ല, അതാണ്. നൈസ്, അടിപൊളി വണ്ടി, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ. ശരിക്കും ആ ഒരു ഷട്ടറും കൂടി തുറന്ന് വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം ഒരു കൂൾഡായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസാണത്. നൈസ് അല്ലേ, അടിപൊളിയായില്ലേ. 5 പേർക്ക് ഇരിക്കാം. അതൊന്നും ശരിക്കും തുറക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും സൈബർ ട്രക്കിൻ്റെ പുറത്തുനിന്നുള്ള കുറച്ചൊക്കെ വിശേഷങ്ങൾ. ഇഷ്ടമായില്ലേ വീഡിയോ?
അടിപൊളിയല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയില്ലേ? ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് ബൈ.